ഹലോ യൂട്യൂബ് കാണികളെ, മോളിവുഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മറ്റൊരു ട്രെയിലർ റിയാക്ഷൻ വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ മലയാളത്തിൽ നിന്ന് തന്നെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ, ചുരുളിയിലൂടെ തെറി പറഞ്ഞ് ഹിറ്റായ നമ്മുടെ സജിൻ ഗോപു നായകനാവുന്ന പടം. ശരിക്കും മലയാള ഇൻഡസ്ട്രിയെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഇൻഡസ്ട്രിയിൽ മാത്രമായിരിക്കും ഒരു ക്യാരക്ടർ റോൾ ചെയ്തൊരു ആർട്ടിസ്റ്റ് പെട്ടെന്ന് ഹീറോ ആവുന്നത്. അമ്പാൻ എന്ന ക്യാരക്ടർ ഹിറ്റ് ആവുന്നു, ഇതാ പുള്ളി ഹീറോ ആയിട്ട് സിനിമ വരുന്നു. ഇതേപോലെ ഒരുപാട് ആൾക്കാരുടെ നമ്മുടെ ചെറിയ ചെറിയ ക്യാരക്ടർ ചെയ്യുന്ന ആൾക്കാർ പെട്ടെന്ന് നായകനാകുന്ന സിനിമകൾ വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ അൽതാഫ് സലീം, നമ്മുടെ ഞണ്ടുകളെ നാട്ടിൽ ഒരു ഇടവേള ചെയ്ത ഒന്ന് രണ്ട് ചെറിയ സിനിമയിലൊക്കെ ചെറിയ കോമഡി ക്യാരക്ടറൊക്കെ ചെയ്ത് അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു. പിന്നെ നമ്മൾ കാണുന്നത് മന്ദാകിനി എന്ന സിനിമയിൽ അദ്ദേഹം നായകനാവുന്നതാണ്. ശരിക്കും മലയാളം ഇൻഡസ്ട്രിയുടെ ഏറ്റവും ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫാക്ടർ തന്നെയാണ്. നല്ല ക്യാരക്ടർ റോൾ ചെയ്യുന്ന ആർട്ടിസ്റ്റിനെ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പ്രൊഡ്യൂസർ ഉണ്ടാവുന്നു, അവർക്ക് വേണ്ടി കഥ ഉണ്ടാവുന്നു, ഇതാ സിനിമകൾ വരുന്നു. ഇപ്പോൾ ഇതിന് വേറൊരു ഉദാഹരണമാണ് നമ്മുടെ വിശുദ്ധ മേജോ എന്നൊരു സിനിമയുണ്ട്. അതിലും ഇതേപോലെ സൈഡ് ക്യാരക്ടർ ചെയ്തൊരു കക്ഷിയാണ് ഹീറോ ക്യാരക്ടറായിട്ട് ആ സിനിമ പുറത്തു വന്നത്. അപ്പോൾ നമ്മുടെ അമ്പാന്റെ ഇൻഡിപെൻഡന്റ് ഹീറോ മൂവി, അതിന്റെ റിയാക്ഷൻ നമുക്ക് നോക്കാം. പൈങ്കിളി എന്നാട്ടോ പടത്തിന്റെ പേര്. ഒരു ലവ് സ്റ്റോറിയാന്ന് തോന്നുന്നു. ഈ അമ്പാൻ എന്ന ക്യാരക്ടർ വേണ്ടിയാണ് പുള്ളി തടി വെപ്പിച്ചത്. ഇതിൽ നന്നായിട്ട് തടി കുറച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത്. നോക്കാം ട്രെയിലർ. ആലപ്പുഴയാണെന്ന് തോന്നുന്നു. എന്റെ മനസ്സിൽ അവന്റെ ഒരു മുഖമുണ്ട്. ഒരു ഞങ്ങൾക്ക് മനസ്സിലാവും. അത് നിങ്ങളുടെ മുന്നിൽ വട്ടണ്ട. ഇല്ലില്ല, അത് അവരെ നിങ്ങൾക്ക് മനസ്സിലാവുന്നു. ഇനി ഒളിച്ചോടാൻ പറഞ്ഞാലേ മരങ്ങേറിയല്ല, പ്രേമിച്ചിട്ട് ഒളിച്ചോടണം. ദൈവമേ, മലയാളത്തില് എനിക്ക് കല്യാണത്തിന് കൊടുത്താ പോരെ. മെലിഞ്ഞ് സെറ്റായി. ഐ ലവ് യു. ഈ ജീവിതം ചിലപ്പോഴൊക്കെ ആഘോഷിക്കാൻ കൂടിയുള്ള അല്ലെങ്കിൽ നിന്റെ ഫാമിലി തന്നോട് വെച്ചിട്ടേ ഇങ്ങനത്തെ പെൺമേറെ സെറ്റ് ആവൂല. നീ വല്ല ഗുണ്ടുകളെയും പ്രേമിക്കണം. ശരി. സൂചിടയ്ക്ക് ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ശീലമുണ്ടോ? രണ്ട് ശബ്ദത്തിൽ. സ്റ്റെപ്പ് 2 നമ്പർ വെക്കണം. എന്തായിട്ടേക്കുന്നു? സ്റ്റെപ്പ് 3 പ്രേമം. സ്റ്റെപ്പ് 4 ഒളിച്ചോട്ടം. ചേട്ടന് പ്രാന്താ സമ്മതിച്ചാത്തിരുന്ന പ്രശ്നം ഇപ്പൊ ചേട്ടനുള്ളൂ. സുഗുന് പ്രാന്തില്ല. മസിൽമാൻ ഉണ്ട് കേട്ടോ. കല്യാണം കഴിക്കട്ടെ സൂചേട്ടാ. എല്ലാരും കുറച്ച് ഓവർ ദ ടോപ്പ് അഭിനയമാണ് കേട്ടോ. ചേട്ടൻ ചാറ്റുമഴയും ചക്കവത്തതും ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ? മഷിത്തണ്ട് മാങ്ങക്കറി എന്ന ഗ്രൂപ്പിലാണ് പോസ്റ്റ്. പേര് പോലെ തന്നെ പൈങ്കിളി പരിപാടിയാണെന്നാ തോന്നുന്നത്. പൈങ്കിളി. ജിത്തു മാധവൻ ആരാന്ന് മനസ്സിലായല്ലോ, നമ്മുടെ ആവേശം സിനിമയുടെ സംവിധായകൻ. അപ്പൊ അദ്ദേഹം തിരക്കഥ എഴുതി ഫഹദ് ഫാസിൽ പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തിറങ്ങുന്ന സിനിമയാണ് പൈങ്കിളി. ഫഹദ് ഫാസിൽ ഒരു ഇന്റർവ്യൂ പറഞ്ഞ കാര്യമാണ്, എനിക്ക് ആവേശം 2 ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. അതിന്റെ കാരണം ഒരേ ഒരു കാരണമേ ഉള്ളൂ, നമ്മുടെ ഈ സജിൻ ഗോപുവായിട്ട് എനിക്ക് ഒന്നുകൂടെ അഭിനയിക്കണം. അത്ര കിടിലോ ആർട്ടിസ്റ്റാണ് സജിൻ ഗോപു എന്ന് ഫഹദ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കാം ഇങ്ങനെ ഒരു പ്രോജക്റ്റ്. സോ നമ്മുടെ ജിത്തു മാധവൻ, ആവേശവും രോമാഞ്ചവും ഒക്കെ എഴുതിയ ജിത്തു മാധവൻ എഴുതുന്ന ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഹോപ്പ് വരും. കണ്ടിടത്തോളം ഒരു കോമഡി ട്രാക്കാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എല്ലാവരും ഒരു അല്പം ഓവർ ദ ടോപ്പ് അഭിനയവുമാണ്. പേര് പൈങ്കിളി എന്നാണ്. പടം പൈങ്കിളിയാണോ പുത്തനാണോ നമുക്ക് കണ്ടിട്ടറിയാം. പക്ഷെ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് നമ്മുടെ ഈ ജിതിൻ ഹീറോ ആവുന്ന ഒരു പടം വരുന്നു എന്ന രീതിയിൽ. കാരണം മലയാളത്തിൽ ഇങ്ങനത്തെ സിനിമകൾ ഇനിയും ഒരുപാട് ഉണ്ടാവണം. ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകൾ സൈഡ് ക്യാരക്ടർ ചെയ്യുന്ന അവരുടെ ഇൻഡിപെൻഡന്റ് മൂവീസ് ഉണ്ടാവണം. ബേസിൽ ഇങ്ങനെ ആയിരുന്നല്ലോ. ബേസിൽ സംവിധാനം ചെയ്യുന്ന സമയത്തും ചെറിയ ചെറിയ ക്യാരക്ടർ ചെയ്യുമായിരുന്നു. പിന്നെ ബേസിലിന്റെ പടങ്ങളില്ലാത്ത വർഷങ്ങളില്ല. ഈ വർഷം 3 പടമായി ബേസിലിന് ഇപ്പൊ തന്നെ. സോ ഇങ്ങനത്തെ മികച്ച ആർട്ടിസ്റ്റിന്റെ മികച്ച സിനിമകൾ ഇനിയും വരട്ടെ. ഇതിന്റെ ട്രെയിലർ റിയാക്ഷനോടൊപ്പം തന്നെ തിയേറ്റർ റെസ്പോൺസും നമ്മുടെ മൂവി റിവ്യൂവും ഉണ്ടായിരിക്കും മോളിവുഡിൽ. സോ വെയിറ്റ് ചെയ്തറിയാം.